ചങ്ങായിമാരെ എന്തൊക്കെ നിങ്ങൾ വർത്താനം എല്ലാവരും ഹാപ്പിയാണ് ഞാനിരിക്കുന്നത്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഓപ്പോ കമ്പനീൻ്റെ ഒരു അടിപൊളി എ സീരീസിൽ വരുന്ന ഒരു അടിപൊളി ഫോണായിട്ടാണ്. ഇതൊരു ബഡ്ജറ്റ് മിഡ് റേഞ്ച് 5G ഫോണാണ്. 8GB റാമും അതുപോലെ 256GB മെമ്മറി ആയിട്ട് വരുന്ന ഈ ഒരു ഫോണിൻ്റെ ഒരു അടിപൊളി അൺബോക്സിങ് വീഡിയോയും അതുപോലെ ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഒരു സിം ഇഞ്ചക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല അടിപൊളി സിം ഇഞ്ചക്ടറാണ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇഞ്ചക്ടറാട്ടോ അത്. പിന്നെ ഈ കാണുന്ന ഒരു കവറാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കവറാട്ടോ. അത് സിലിക്കോൺ കവറാണ്. ഫുൾ ബ്ലാക്ക് ആയിട്ട് വരുന്ന മാറ്റ് ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി കവറാണ്. മിക്ക ഫോണുകളിലും വരുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു കവറാണ്. അതിന് പകരമായിട്ട് ഒരു നല്ല ബ്ലാക്കിൽ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലിവിടെ ഈ കാണുന്ന ഭാഗത്ത് ഒരു ഓപ്പോ എന്നൊക്കെ എഴുതിയിട്ട് നല്ല സ്റ്റൈലാക്കിയിട്ടുള്ളൊരു കവറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് വരുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ബ്ലാക്ക് കളറാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് കാലം കൂടി ഈട് നിൽക്കും. പിന്നെ ഈ കാണുന്ന ഒരു USB to Type-C കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് 45 വാട്ട്സിൻ്റെ ഒരു ഫ്ലാഷ് ചാർജർ കൊടുത്തിട്ടുണ്ട് കമ്പനി. പെട്ടെന്ന് ചാർജ് ആവുന്ന നല്ലൊരു അടിപൊളി ചാർജറാണ്. പിന്നെ നമ്മളെ ഫോണ്, ഇതാണ് നമ്മളെ ഫോണ്. സാധനം അടിപൊളി സാധനം കേട്ടോ. നല്ല അടിപൊളി ഡിസൈനാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി പ്രീമിയം ലുക്കിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് 2 കളറിലാണ് ഇന്ന് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ കാണുന്ന പർപ്പിൾ കളറും അതുപോലെ ഒരു ബ്ലൂ കളറും അവൈലബിൾ ആണ്. ഇതിന് പ്രത്യേകിച്ച് വേറെ കുറേ ഡിസൈനും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഫുള്ള് ഫ്ലാറ്റ് ആയിട്ട് ആ ഒരു കളറിൽ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ക്യാമറകളാണെങ്കിലും അത്യാവശ്യം നല്ല ഡിസൈനിലാണ് ക്യാമറ കൊടുത്തിട്ടുള്ളത്. മിക്ക ഫോണുകളിലും ഫ്ലാഷ് ലൈറ്റ് പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഒരു ഫോണിന് ക്യാമറന്റെ അതേ ഡിസൈനിലാണ് ഇതിന്റെ ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്രെയിമിന്റെ ഉള്ളിലായിട്ടാണ് ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഫുള്ള് ഫ്ലാറ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പർപ്പിൾ കളറിൽ ഫുള്ള് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. 194 ഗ്രാം വെയിറ്റ് വരുന്ന ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കയ്യിലെടുക്കുമ്പോൾ ഉണ്ടല്ലോ, സത്യത്തിൽ ആ ഒരു വെയിറ്റ് നിങ്ങൾക്ക് ഫീൽ ആവില്ല കേട്ടോ. കാരണം ഇതൊരു വെയിറ്റ്ലെസ് ഫോൺ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷനുമായി വരുന്ന ഫോണാണ്. അത് മാത്രമല്ല IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് കൂടി ഇതിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ വളരെ മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു ഫോണാണ് ഈ കാണുന്ന ഓപ്പോ A5i Pro പറയുന്ന മോഡൽ. പിന്നെ പറയാനുള്ളത് സൈഡ് ഭാഗമാണ്. സൈഡിൽ നമ്മൾ പവർ ബട്ടണും വരുന്നുണ്ട്. ഒരു വോളിയം അപ്പും വോളിയം ഡൗണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടാണ് നമ്മൾ സിം ഇടാനുള്ള സ്ലോട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ വരുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ Type-C ജാക്ക് വരുന്നുണ്ട്. നമ്മൾ ചാർജ് ചെയ്യാനുള്ള Type-C ജാക്ക്. തൊട്ടപ്പുറത്ത് പിന്നെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ സൈഡ് മൗണ്ടിലാണ്. അതായത് നമ്മൾ പവർ ബട്ടണിലാണ് നമ്മൾ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫിംഗർ പ്രിന്റ് സെൻസറാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ Gorilla Glass 7i പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ചസിൽ വരുന്ന ഒരു അടിപൊളി LCD ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ റെസൊല്യൂഷൻ പറയുന്നത് HD+ ആണ്. ഈ ഒരു ബഡ്ജറ്റ് ഫോണിൽ ഫുൾ HD ആയിരുന്നു ഏറ്റവും നല്ലത്. പക്ഷേ കമ്പനി എന്തുകൊണ്ടോ HD മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ 120 ഹെർട്സിന്റെ ഒരു റീഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ സ്ക്രോളിംഗ് ആണെങ്കിലും അതുപോലെ ഇതിന്റെ ആനിമേഷൻ ആണെങ്കിലും ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 1000 nits വരെ പോകാൻ പറ്റുന്ന ഒരു ബ്രൈറ്റ്നസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തിരിക്കുന്ന സമയത്ത് അതുപോലെ അതായത് നല്ല വെളിച്ചുള്ള സമയത്താണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഡിസ്പ്ലേ കാണാൻ പറ്റും കേട്ടോ. അതും ഇതിനൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. MediaTek Dimensity 6300 5G ചിപ്സെറ്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. DDR4Xന്റെ ഒരു 8GB റാമും അതുപോലെ UFS 2.2ൽ വരുന്ന ഒരു 256GB സ്റ്റോറേജ് ആണ് വരുന്നത്. 2.2 ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്പുകളൊക്കെ ലോഡ് ചെയ്യാനാണെങ്കിലും അതുപോലെ ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സ്പീഡായി ചെയ്യാൻ പറ്റും. പിന്നെ ഡെമൻസിറ്റിന്റെ 6300 എന്ന് പറയുന്നത് വലിയ ഹൈ എൻഡ് ഗെയിമും കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റൂല. കളിക്കാൻ പറ്റും, പക്ഷേ നിങ്ങൾ അതിന്റെ സെറ്റിംഗ്സും ഗ്രാഫിക്സിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ റീഫ്രഷ് റേറ്റ് പറയുന്നത് 120 ഹെർട്സ് ആയതുകൊണ്ട് തന്നെ അതും അതൊരു ഉപകാരമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിലവിലെ ആൻഡ്രോയിഡ് OS പറയുന്നത് ആൻഡ്രോയിഡ് 15 ആണ്. കളർ OS 15.0.1 ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഭാവിയിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ.
പിന്നെ ക്യാമറയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ 50 മെഗാ പിക്സലിന്റെ ഒരു ബാക്ക് ക്യാമറയും അതുപോലെ 2 മെഗാ പിക്സലിന്റെ ഒരു മോണോക്രോം ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 8 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാനിപ്പോ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടൊന്നും അഭിപ്രായം പറയട്ടോ. പിന്നെ ഇതിനൊരു ഫീച്ചറും കൂടി വന്നിട്ടുണ്ട്. അതായത് രണ്ട് ക്യാമറയിലും ഡ്യുവൽ വ്യൂ ഷൂട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ല അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബഡ്ജറ്റ് മിഡ് റേഞ്ച് ഫോണാണ് കേട്ടത്. പ്രത്യേകിച്ച് 5G ഫോണാണ്. mAh വരുന്ന ഒരു ബാറ്ററിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒരു 5G നെറ്റ്വർക്കിൽ വരുന്ന ഫോൺ ആണെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സുഖമായിട്ട് നിൽക്കും 6000 mAh ബാറ്ററി ഉണ്ടായതുകൊണ്ട്. പിന്നെ 45 വാട്ട്സിന്റെ ഒരു അടിപൊളി ഫ്ലാഷ് ചാർജറും കമ്പനി ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് നല്ല ഭാഗങ്ങളും കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയതും, അതായത് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 45 വാട്ട്സിന്റെ സ്പീഡ് ചാർജും വരുന്നുണ്ട്. IP65 അതുപോലെ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. 120 ഹെർട്സിന്റെ സ്മൂത്ത് റീഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ വേണമായിരുന്നു തോന്നിയത് HD ഉള്ളത് ഫുൾ HD ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതുപോലെ LCD ഉള്ളത് AMOLED ആയിരുന്നെങ്കിൽ അതും നന്നായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിൽ തോന്നിയ നല്ലതും ചീത്തവുമായ എല്ലാ കാര്യങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ റിവ്യൂ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കുറച്ചുകൂടി നന്നായി വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം കഴിയുന്ന പോലെ നല്ല നല്ല ഫോണുകളുടെ റിവ്യൂ ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.